എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വടക്കനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥലം അലങ്കരിക്കുന്ന തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തെ ശ്രീ മദ്ദക്ഷിണ കൈലാസം എന്നാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ശിവൻ, പാർവതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ, ഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായി വളരെയധികം ചരിത്രപരമായ ബന്ധമാണുള്ളത്. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുംനാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്തൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4 ദിക്കുകളിലും 4 വലിയ മഹാഗോപുരങ്ങൾ. വടക്കുംനാഥന്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നുപോകാൻ കഴിയില്ല. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നരസിംഹം, ഹനുമാൻ, വേട്ടക്കാരൻ, നന്ദികേശൻ, പരശുരാമൻ, ആദിശങ്കരാചാര്യർ, ഋഷഭൻ, നാഗദേവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു. കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിന് പ്രത്യേകമായി ഉത്സവങ്ങളില്ല. എന്നാൽ മേടമാസത്തിലെ പൂരനാളിൽ നടത്തപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്നത് വടക്കനാഥന്റെ മുന്നിൽ വെച്ചാണ്. ഇതുമൂലം തൃശ്ശൂർ പൂരം വടക്കനാഥന്റെ ഉത്സവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്